വാലന്റൈൻസ് ഡേ വയലൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മാർക്കോന്റെ അൺകട്ട് വെർഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് വെയിറ്റിംഗ് ആയിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ഫെബ്രുവരി 14 ആയാൽ മതി വേണ്ട. അവസാനം ഇറങ്ങിയതോ തിയേറ്ററിൽ ഇറങ്ങിയ സെയിം സാധനം തന്നെ ആരൊക്കെ പോയിട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. ഇത്ര എടാ ഇപ്പോഴും ഉണ്ടായി സിനിമയെ കാണാൻ പറ്റാത്ത കുറെ എണ്ണം. നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. വയലൻസ് പേടിയാണ്, ബുദ്ധിമുട്ടാച്ച കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് അവസാനം എല്ലാം നശിപ്പിച്ചു വന്നപ്പോ സമാധാനമായല്ലോ. എന്നാ പിന്നെ ഒരു ഇടിപ്പടം കാണാണ്ട് ദാവീദ് കാണാൻ വേണ്ടി പോയി. അവിടെയാണ് വെച്ചാൽ 11 മണിക്കുള്ള ഷോ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആളില്ല പറഞ്ഞിട്ട്. സോ ഇതന്നെയാണ് പല ഡയറക്ടർമാര് പ്രൊഡ്യൂസർമാര് ഇറങ്ങുമ്പോൾ OTT-യിൽ ഇതുണ്ടാവും, മാങ്ങ ഉണ്ടാവും, മത്തങ്ങ ഉണ്ടാവും പറഞ്ഞിട്ട്. നമ്മുടെ വെട്രിമാരൻ വിടുതലെ 9 മണിക്കൂർ ഉണ്ടാവും. പാർട്ട് 1 ഉം 2 കൂടി അവസാനം 2.5 മണിക്കൂറിന്റെ സാധനം ഇറക്കി വിട്ടിരിക്കുന്നത്. എന്നിട്ട് വേറെ ഒരു വഴി ഇല്ലാണ്ട് കണ്ടതാണ് ദ മെഹ്താബ് ബോയ്സ്. സോ നിങ്ങൾക്ക് കരയിപ്പിക്കുന്ന പടം ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഹൈ ആയിട്ടുള്ള സിനിമ ഇഷ്ടമാണ് വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് മെഹ്താബ് ബോയ്സ്. അണ്ടർ റേറ്റഡ് ജെം എന്നൊക്കെ പറയാം. ഒരു ഹിന്ദി പടമാണ് കേട്ടോ. സോ ഇഫ് യു ഹാവ് ലോസ്റ്റ് യുവർ മം, അമ്മ നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അമ്മ മരിച്ചിട്ട് അച്ഛൻ്റെ ഒപ്പം താമസിക്കുന്ന പല ആമ്പിള്ളേർക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് യുവർ സ്റ്റോറി. ബേസിക്കലി എന്റെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അറിയാവുന്ന എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, സമയമുള്ളപ്പോ പേരൻസിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, അവരൊപ്പം സിനിമയ്ക്ക് പുറത്തു കൊണ്ടുപോകുക, അവരൊപ്പം പോയിരുന്ന് സംസാരിക്കുന്നതൊക്കെ. വൺസ് അവര് പോയി കഴിഞ്ഞു വെച്ചാൽ ഈ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. ഈ കംഫർട്ട് സോണിലോട്ട് തിരിച്ചു വരുന്നത് പ്രാക്ടിക്കലി അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ പറയില്ലേ ടൈം ഹീൽസ്, അല്ലെങ്കിൽ കാലം മാറ്റാത്ത മുറിവുകളൊന്നും ഇല്ലാന്ന്. ഒക്കെ വെറുതെയാണ്. അത് എത്ര ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഒന്നും പറയുന്നില്ല. ഇത്ര കാലം കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും, മാഞ്ഞു പോകും എന്നൊക്കെ. ആ ഒരു പീരീഡിൽ അൽഷൈമേഴ്സ് വന്നാൽ മതി എന്ന് ആലോചിക്കും. അത്രയും ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ട് പറയുന്നത്. പലരും പറയും മറ്റേ ലവ് ഫെയിലിയർ ഹേർട്സ് മോസ്റ്റ്, ഹേർട്ട് ബ്രേക്ക് ഹേർട്സ് മോസ്റ്റ് എന്നൊക്കെ. ഇത് ജനിച്ചപ്പോ തൊട്ട് കാണുന്ന ഒരു മുഖം പെട്ടെന്ന് ഒരു ദിവസം കാണാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അത് അത്ര എളുപ്പമൊന്നും അല്ല. അത് മറക്കാനും അതിനെപ്പറ്റി ആലോചിച്ച് കരയാൻ തന്നെ എന്നും നേരം ഉണ്ടാവുള്ളൂ. സോ സമയം കിട്ടുമ്പോൾ പേരൻസിനോട് ടൈം സ്പെൻഡ് ചെയ്യുക. അമ്മയൊക്കെ അടുക്കളയിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുക, അവരൊപ്പം പോയിരുന്ന് സംസാരിക്കുക. അവർക്കൊരു സമാധാനമല്ലേ. പിന്നീട് നമ്മൾ ഇത് ആലോചിച്ച് ദുഃഖിക്കരുത് എന്നേ പറയാനുള്ളൂ. സോ ഈ സിനിമയിൽ ഇതേ അവസ്ഥ തന്നെയാണ്. അച്ഛൻ, 2 മക്കള്, അമ്മ. പെട്ടെന്ന് ഒരു ദിവസം അമ്മ മരിക്കുകയാണ്. അമ്മ മരിക്കുമ്പോ ചേച്ചി പറയാം അമേരിക്കയിലോട്ട് അച്ഛനെ കൊണ്ടുപോകാന്ന്. പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ട് അത് നടക്കുന്നില്ല. പിന്നെ അച്ഛനും മകനും ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയും. ഈ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇത് ഫാദർ സൺ റിലേഷൻഷിപ്പ് എപ്പോഴും ഭയങ്കര ട്രിക്കിയാണ് എന്ന്. അത് ഒരുവിധം എല്ലാ ആമ്പിള്ളേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്നും അടി തന്നെ ആയിരിക്കും. ഞാനും എന്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു. അമ്മ ഉള്ള സമയത്ത് ഞങ്ങൾ പരസ്പരം മിണ്ടാറ് പോലും ഉണ്ടായിരുന്നില്ല. മിണ്ടിയ അപ്പടിയാണ്. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ വന്നത്. അതന്നെയാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കുറെ സീൻസ് ഇതിലുണ്ട്. അതായത് ഈ അച്ഛനെ അമേരിക്കയിൽ കൊണ്ടുപോകുമ്പോൾ അത് മുടങ്ങും, ഈ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടും എന്തൊക്കെ കാരണങ്ങളും ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് അമ്മയ്ക്ക് അച്ഛനും മകനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ എത്തണം, അതിന് വേണ്ടി ചെയ്യണതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇമോഷണലി വീക്ക് ആയിട്ടുള്ളവർ ഇങ്ങനത്തെ സിനിമ കാണാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവർ ആ വീട്ടിൽ നിന്ന് പോണ സമയത്ത് അമേരിക്കത്തെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കാ ചോദിച്ചപ്പോ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്ന്. അവർക്കറിയാം ആരും വരാനൊന്നും പോകില്ല, മരിച്ച അമ്മ വരും ഇല്ല. പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ആ സമയത്ത് നമ്മൾ പ്രാക്ടിക്കാലിറ്റി, ലോജിക്കും തേങ്ങയും മാങ്ങയും നോക്കില്ല. അതൊരു പ്രത്യേക അവസ്ഥയാണ്. സോ അതേ കൂടെ കടന്നു പോയവർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ സമയമുള്ളപ്പോ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലേ. ഭയങ്കര ഏറ്റവും കൂടുതൽ മീനിങ് ഉള്ള ഒരു പഴഞ്ചൊല്ലാണത്. ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ വായും പൊളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക. ആമസോൺ പ്രൈമിൽ പടം അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ നമ്മുടെ രാഷ്മിക മന്ദാനെ കുഴിവെട്ടി മൂടണം, കിണറുവെട്ടി മൂടണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതേപോലെ ഗുഡ് ബൈ പറഞ്ഞിട്ട് ആളുടെ ഒരു അടിപൊളി പടമുണ്ട്. സിമിലർ സ്റ്റോറി തന്നെയാണ്. അമിതാഭ് ബച്ചന്റെ മകളായിട്ടാണ് ആൾ അഭിനയിക്കുന്നത്. സോ അത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ഇത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സമയം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക. ബൊമൻ ഇറാനി മൂപ്പരാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്, മൂപ്പർ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ മെഹ്താബ് ബോയ്സ് എന്നുള്ള പേര് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അവർ ഈ മറ്റേ പിള്ളേരെ പോലെയാണ് രണ്ടുപേരും, അതുകൊണ്ടാണ് തോന്നുന്നു. സോ ട്രൈ ഇറ്റ് ഔട്ട്.